ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഈ ടോണി അച്ഛനായിട്ടുള്ള ഒരു ഇഷ്യൂവിൽ ഞാനും ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ആ ഒരു വീട്ടിൽ പോയി വീഡിയോ ചെയ്യണത് ഞാനാണ്. എന്റെ പേജിലാണ് ആദ്യമായിട്ട് ഇവരെ വീഡിയോ വരുന്നത്. ഈ ഒരു അച്ഛന്റെ അമ്മയുടെയും വീഡിയോ ചെയ്യാൻ വേണ്ടി മെസ്സേജ് ഇട്ടത് ഈ ഒരു കാലില്ലാത്ത ആ ഒരു ചേട്ടന്റെ സഹോദരിയുടെ മോനാണ്. അപ്പൊ ആ ഒരു ഒട്ടും നിവർത്തിയില്ലാത്ത ഒരു മണ്ണിട്ട വീട്ടിൽ താമസിക്കുന്നതിന് കഴിക്കാനും ഒരു വക ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്, അത്രയും വിഷമം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വിഷമായി. എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയും കൊടുത്തു, അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ചെന്തെങ്കിലും സഹായം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് 3 ദിവസം മുന്നേ അച്ചായൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും ഇവർക്കൊരു വീട് പണി തീരാത്തൊരു വീടുണ്ട്, ആ വീട് പൂർത്തിയാക്കാൻ വേണ്ടി പൈസ കുറച്ച് കൊടുത്തെന്നും അതേപോലെ സാധനങ്ങളും പൈസയൊക്കെ കൊടുത്തെന്നുള്ളത് അറിഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ പോയി സാധനങ്ങളും അവർക്ക് പൈസയും കൊടുത്ത സമയത്തൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. അച്ചായൻ വന്ന കാര്യമോ ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവരെന്നും മറച്ചു വെച്ചൊരു കാര്യം. അപ്പൊ ഇവിടുത്തെ ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് ഫുള്ളായിട്ട് അച്ചായനാണോ പണിത് കൊടുത്തത്? ഈ ഒരു വീട് ഫുള്ളായിട്ട് പണിത് കൊടുത്തത് അച്ചായനല്ല. അപ്പൊ ഇതിന്റെ യഥാർത്ഥ സത്യസന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീടുമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീടെന്ന് പറഞ്ഞാൽ പൂർത്തിയായിട്ടില്ല. 4 ലക്ഷം രൂപയ്ക്ക് എന്തായാലും പൂർത്തിയാവാത്ത ഒരു വീടാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഈ ഒരു അച്ഛനും അമ്മയ്ക്കും കിട്ടിയതും പൂർത്തിയാവാത്ത വീടാണ്. അപ്പൊ ഈ ഒരു വീട് പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചതുപോലെ അച്ചായന് മെസ്സേജ്, പലർക്കും മെസ്സേജ്, പഞ്ചായത്തിലും പറഞ്ഞു. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. ആ സമയത്താണ് അച്ചായൻ വരുന്നതും. മൊത്തം ടോട്ടല് 4.5 ലക്ഷം രൂപയാണ് ഇവർക്ക് കൊടുക്കുന്നത്. 3 ലക്ഷം രൂപ കോൺട്രാക്ട് ഈ പണി ചെയ്യാൻ വേണ്ടിയുള്ള ആളുടെ കയ്യിലും 1.5 ലക്ഷം രൂപ ആ ഒരു അമ്മയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. ടോട്ടൽ 4.5 ലക്ഷം രൂപ. അങ്ങനെ ആ ഒരു പൈസ കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു വീട് ഇപ്പൊ പൂർത്തിയായിട്ടുള്ളത്. ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 4 ലക്ഷവും അച്ചായൻ കൊടുത്ത 4.5 ലക്ഷം രൂപയും കൊണ്ട് മാത്രമാണ് ഈ ഒരു വീട് ഇപ്പൊ പൂർത്തിയായിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ. അപ്പൊ പുള്ളി അവിടെ 4.5 ലക്ഷം രൂപ കൊടുത്തത് സത്യമായിട്ടുള്ള കാര്യമാണ്. 1.5 ലക്ഷം രൂപ അമ്മയുടെ കയ്യിലും കൊടുത്ത് 3 ലക്ഷം രൂപ പണിക്കാരന്റെ കയ്യിലും കൊടുത്തു. അതിന്റെ വീഡിയോയിലുണ്ട്. അപ്പം പണി തീരാതെ കിടന്ന ലൈഫിന്റെ വീടിനെ പൂർത്തീകരിച്ച് ഇപ്പം നല്ലൊരു അടിപൊളി വീടാക്കി കൊടുത്തത് അച്ചായനാണ്. ലൈഫ് പദ്ധതിയിൽ ഇവിടെ കിട്ടിയതാണ്. അത് എത്ര ലക്ഷം രൂപ ആദ്യം കിട്ടി? 1 ലക്ഷം രൂപ. അങ്ങനെ ബേസ്മെന്റ് ഒക്കെ ചെയ്ത് 4 ലക്ഷം രൂപ ടോട്ടൽ കിട്ടി. ഇപ്പൊ 4 ലക്ഷം രൂപ കൊണ്ടാണ് ഇത് മൊത്തം പണിത്. 4 സൈഡ് കട്ട കെട്ടിയിട്ട് തട്ടടിച്ചിട്ട് സമയത്താണ്. പൂശിയിട്ടൊന്നുമില്ല, ടൈൽ ചെയ്ത്. ചെയ്തിട്ടില്ല. കറണ്ട് ഞങ്ങൾ നേരത്തെ കുറ്റിക്കാൽ കറണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദൈവദൂതനെ പോലെ ഒരാൾ കോട്ടയത്ത് നിന്ന് എത്തി അച്ചായൻ. ഇതേപോലെ തന്നെ ക്ലിയർ ആയിട്ട് ഞാൻ ഈ മൊബൈലിൽ കൊടുത്തതാണ്. അത് ഇനി തിരിഞ്ഞു വന്ന കാര്യം എനിക്കറിയില്ല. അപ്പൊ വന്നിട്ട് ഈ അച്ചായൻ നിങ്ങൾക്ക് എന്താണ് ഹെൽപ്പ് ചെയ്തത്? 3 ലക്ഷം രൂപ തന്നു. എത്ര? 3. ആരും തന്നല്ലെന്നുള്ള നാട്ടുകാർ നമ്മളെ സഹായിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ അതിനെ മറച്ച് തിരിച്ച് അച്ചായനൊന്നും തന്നിട്ടില്ല എന്നാണ് ഇപ്പൊ അതിൽ വന്നിരിക്കുന്നത്. ഞാൻ തോന്നി ചേട്ടന് ഈ അച്ചായൻ കൊണ്ട് തന്നതെന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ. 3 ലക്ഷം കറക്റ്റാ കിട്ടിയില്ല? 1.5 ലക്ഷം രൂപ തന്ന ആദ്യം. രണ്ടാമത് ഈ മേസിനായിട്ടാണ് കോൺടാക്ട് ചെയ്തത്. എനിക്കറിഞ്ഞൂടാ. 3 ലക്ഷം രൂപ തന്നിട്ടില്ല. ഈ വീട് മൊത്തം പണിത മേസ്തിരിയാണ്, പേര് ജയൻ. ടോട്ടൽ എത്ര രൂപ അച്ചായൻ തന്നിട്ടുണ്ട് പൈസ ആയിട്ട്? ഇവിടെ മൊത്തം 4.5 ലക്ഷം രൂപ. 4.5 ലക്ഷം തന്നിട്ടുണ്ട്. ആരെ കയ്യില തന്നത്? 1.5 അവിടെ കൊടുത്തിട്ട് ബാക്കി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പൊ 3 ലക്ഷം രൂപ ചേട്ടന്റെ തന്നിട്ടുണ്ട്. അച്ചായനെ കണ്ടപ്പോ ആ വീട് കണ്ടപ്പോ തന്നെ അച്ചായനെ സഹിക്കാൻ വയ്യാതെ പറഞ്ഞു ഇവിടെ ഒരു വീട് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാതെ തട്ടടിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അച്ചായൻ പറഞ്ഞു നിങ്ങൾക്ക് വീട് വെച്ച് തരാം ഞാൻ. അങ്ങനെയാണ് അച്ചായൻ നമുക്ക് ഈ പൈസ തന്നത്. പിന്നെ അച്ചായനാണ് തന്നത്. അപ്പൊ പഞ്ചായത്തുകാരും എല്ലാരും കൂടെ നമ്മളെ വന്നിട്ട് തീ വാരിയിടുന്നു. അത് നിങ്ങൾ അച്ചായൻ വെച്ചിരുന്ന വീടാണല്ലോ നിങ്ങൾ പറയണത്. നമ്മൾ തന്ന ലൈഫ് പദ്ധതി വീട്ടിന്റെ കാര്യം മറ്റോ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ തന്ന 4 ലക്ഷം രൂപ കൊണ്ടൊന്നും എനിക്ക് വീട് പൂർത്തിയായില്ല, പാതിയിൽ കിടക്കുകയാണ്. അച്ചായൻ വന്നാണ് നമ്മളെ ഇത്രയും സഹായിച്ചത് എന്ന് പറഞ്ഞു. അതിന് വല്ല തെറ്റുണ്ടാന്ന് ഞാൻ ചോദിച്ചു. അച്ചായൻ തന്ന കാര്യം കൂടെ നമ്മൾ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണ് പെയ്യും. അപ്പൊ ഇവര് പറഞ്ഞെന്ന് പറഞ്ഞു. അതിന് അവര് കട്ടാക്കി കഴിഞ്ഞ് നമുക്കൊന്നും അവര് കട്ട് ചെയ്ത് കളഞ്ഞു. തന്നെന്ന് തന്നെ പറഞ്ഞു അല്ലേ? പക്ഷെ അതിന് അവര് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിനെ വേറെ ആക്കി. അന്ന് നമ്മൾ വന്നപ്പം പറയാൻ മറന്നുപോയി. ആ ഒരു വാക്ക് എന്റെ മനസ്സിൽ നിന്ന് 4.5 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഞാൻ ഈ വീട് കമ്പനി. 4 ലക്ഷം രൂപയ്ക്കും വിലയില്ലാതെ അച്ചായൻ വന്നില്ലെങ്കിൽ ഇപ്പൊ കാക്ക തൂറി കിട്ടുന്നേ നീ വീട്ടിൽ.